ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4 മണി സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്, അവൽ വിളയിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള നെൽക്കടല, കുറച്ച് എള്ള്, ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ കടലയൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുള്ളത് മിക്സാണ്, അതും മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് അല്പം തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ശർക്കരപ്പാനി, ഞാനിവിടെ പനശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഉരുക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷന് കൂടെ ഇനാബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഈ ഒരു അവൽ വിളയിച്ചത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ട് എള്ള് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എള്ളിന് ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ. പ്രമേഹം, രക്തക്കുറവ്, അമിതമായ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കൊക്കെ ഈ ഒരു എള്ള് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള അവല് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അവല് വേണമെങ്കിൽ നമുക്ക് ഒന്ന് വറുത്ത ശേഷം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ആക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനിവിടെ നമ്മുടെ നെൽക്കടല നേരത്തെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾ ട്രൈ ചെയ്ത ശേഷം നമ്മുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ കൂടെ നമ്മൾ ഏലക്ക കൂടി ചേർത്താണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു 1-2 ദിവസം വരെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കാം. ചിൽഡ്രൻ ബൈ ആൻഡ് ടേക്ക് കെയർ.